നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. മാറാനോ? സൂര്യ, ഇനി ഒന്നും നോക്കണ്ട, നീ ആ താലി എടുത്തും കെട്ടിക്കോ. ഇത് ഈശ്വര നിശ്ചയമാണ്. ഇവരുടെ വിവാഹം നടക്കേണ്ടത്. അതെ അങ്കിൾ, ഇവരുടെ പ്രണയം 100% സത്യമാണെന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? മാറാൻ അവർ മാറും. ഇതെന്ത് തരംതാണ് ഏർപ്പാടാ? ഒരു മണ്ഡപത്തിൽ കയറിയിരിക്കുന്ന പെൺകുട്ടിയെ മാറ്റി നിർത്തി അപമാനിക്കുന്നു. സൂര്യ, വേഗം താലി കിട്ട. ഈ അനീതി ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ലേ? അതെ, ഇവിടെ നടക്കുന്നത് സൂര്യയുടെ മാനസയുടെ വിവാഹം. അവിടെ എങ്ങനെ ഭാവന കയറ്റിയിരുത്തും? അജയ, ഈ നാണക്കേട് കണ്ടു നിൽക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഇതെന്തേർപ്പാടാ? ഇതിലേ നിങ്ങൾ ഇടപെടൊന്നും വേണ്ട. വിവാഹം നടക്കേണ്ടത് മനസ്സിന് ഇഷ്ടപ്പെട്ടവർ തമ്മില. അത് മാത്രമല്ല, നിങ്ങൾ ഭാവനയുടെ വല്യച്ഛനല്ലേ. നിങ്ങൾ ഭാവനയ്ക്ക് നല്ലത് വരുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാനായിട്ട്? സൂര്യക്കും ഭാവനയ്ക്കും സമ്മതമാണെങ്കിൽ അത് തടയാൻ ഇവിടെ ആർക്കും അവകാശമില്ല. ഭാവനയുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കേണ്ടത് നിങ്ങളല്ലേ? ആ നിങ്ങളായി മംഗളകാര്യത്തെ എതിർത്ത് സംസാരിക്കുന്നത്. അതെ, ഞങ്ങൾക്ക് ഭാവനയുടെ വിവാഹം നടക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല. പക്ഷെ ഒരു പാവം പെൺകുട്ടിയെ മണ്ഡപത്തിൽ കയറ്റി ഇരുത്തിയിട്ട് അവിടെ നിരക്കി വിട്ടത് ഒട്ടും ശരിയായില്ലെന്നേ ഞങ്ങൾ പറഞ്ഞോളൂ. മാനസയുടെ കാര്യത്തിലാണ് നിങ്ങൾക്ക് വേവലാതിയെങ്കിൽ മാനസയ്ക്ക് ഈ വിവാഹം നടക്കുന്നതിൽ ഒരു എതിർപ്പും ഉണ്ടാവില്ല. അതെങ്ങനെ ശരിയാവും? നമുക്ക് ചോദിക്കാലോ. ചോദിക്കാം. ഭാവനെ സൂര്യ ഒത്തുചേരുന്നതില് മാനസയ്ക്ക് എതിർപ്പുണ്ടോ? പറ മാനസേ. അതെങ്ങനെ എതിർപ്പുണ്ടാവും? സൂര്യ ആദ്യമായിട്ട് താലി ചേർത്തത് ഭാവനയുടെ കഴുത്തിലല്ലേ. ഭാവനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് മാനസ ഈ വിവാഹത്തിന് തയ്യാറായത്. ഇപ്പൊ ഭാവന നോർമലാണ്. ഈ കാര്യങ്ങളെല്ലാം മാനസിക അറിയാവുന്നതല്ലേ? അല്ലേ?
പറ മാനസേ. ആ പറ അല്ലേ. ദേ, ഭാവനയ്ക്ക് ചലനശേഷി തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ മാനസ ഇതിനൊക്കെ തയ്യാറായത്. അല്ല ഇങ്ങോട്ട് മറിക്കേ. ഞങ്ങളുടെ മോടെ ജീവിതമേ ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പ് വെച്ച് അപമാനിക്കാനുള്ളതല്ല. എന്റെ പൊന്നങ്കിളെ, ഈയുടെ പതി അപമാനത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടവർ തമ്മിൽ ഒന്നു ചേരണം, അത്രേ ഉള്ളൂ. അത് പറയേണ്ടത് നീ അല്ല. ദേ വെള്ളയും വെള്ളയിട്ട് മണവാളനായിട്ട് കൊടുത്തിരിക്കുന്നില്ലേ സൂര്യ, അവൻ മുൻകൈ എടുത്തിട്ടാ. ഓ എന്റെ പൊന്നങ്കിളെ, അങ്കിൾ നീ വിവാഹത്തിൽ യാതൊരു റോളും ഇല്ല. സൂര്യക്ക് ഭാവന ഇഷ്ടമാന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അതെ, ഈ സൂര്യ ഇതേപോലെ ഒരു പ്രാവശ്യം ഞങ്ങളുടെ മോളെ അപമാനിച്ചു. എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഞാനാ. ഭാവനയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ താലി ഭാവനയുടെ കഴുത്തിൽ അണിയിക്കും. ഭാവനയ്ക്ക് സമ്മതാ, ആ മനസ്സ് ഞങ്ങൾക്ക് കാണാം. ദേ, ഭാവനെ, സൂര്യ നിന്റേതാ, നിനക്ക് മാത്രമുള്ളതാ. അവിടെ മറ്റാർക്ക് സ്ഥാനമില്ല. ഭാവന, ഈ വിവാഹം കാണാനാ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. എടാ, നീ ഭാവനയുടെ കരുത്തിൽ താലി കെട്ട്. ആരെ അവിടെ എതിർക്കുന്നത് ഞങ്ങൾ നോക്കട്ടെ. എടാ, കെട്ടുമേളം. എടാ, കെട്ടറാ. എടാ. ആ. കെട്ടറാ. മാറ്റാ ചെയ്യാ. കുറിച്ച് മാറ്റണോടെ. അതെ, ഇത് പറ്റത്തില്ല ഇവിടെ. ഇതിവിടെ സമ്മതിക്കത്തില്ല. ജയ, അയ്യോ അയ്യോ ജയ, വാ വാ മോളെ. അയ്യോ ജയേ, സൂര്യ ജയ ജയ പിടിക്കും.
പേരും കള്ളി. ഭാവനെ ചതിച്ചതിന്റെ ശിക്ഷയാ ഇപ്പൊ 8ന്റെ പണിയായിട്ട് ദൈവം തന്നത്.